ഇപ്പോൾ കിഫ്ബി UDF കൊണ്ടുവന്നാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു. 1999 നവംബർ 11 നായനാർ സർക്കാരാണ് കിഫ്ബി അവതരിപ്പിക്കുന്നത്. അതിനെ ഉപയോഗപ്പെടുത്താൻ UDF തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഗുണമായി മാറുമ്പോൾ ആ ഗുണത്തെ തങ്ങളുടേതാണ് എന്ന് പറയുന്ന സ്ഥിരം സ്വഭാവത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കൂളിമാട് പാലത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. പറ്റുമെങ്കിൽ യാത്രാക്കൂലി ഞാൻ തരാം സുഹൃത്തെ. പണിക്കിടയിൽ അപകടമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ കൂളിമാട് പാലം ഒന്ന് പോയി കാണണം. ഇപ്പോൾ കിഫ്ബിയിലൂടെ തന്നെ നിർമ്മിച്ച ആ പാലത്തിൻ്റെ മനോഹാരിതയും കെട്ടുറപ്പും കാണണം. പിന്നെ പാലാരിവട്ടം പാലത്തിൻ്റെ കഥയൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കരുത്. പാലാരിവട്ടം പാലം വെയിറ്റ് ടെസ്റ്റ് നടത്തണം എന്നാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി എന്ന് പറഞ്ഞതെങ്കിൽ വെയിറ്റ് ടെസ്റ്റ് നടത്തിയത് ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അതൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഓടുമ്പോൾ ഗിരിധരൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടുമ്പോൾ കുലുങ്ങിയിട്ടാണ് പാലാരിവട്ടം പാലത്തിനെതിരെ അദ്ദേഹം പരാതി കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നത് മന്ത്രിക്ക്. ഇതൊന്നും ആളുകളെ ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം, അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ എന്ന് മാത്രമാണ്.